ആക്ഷൻ ഹീറോ രചന അജുവ, അവതരണം ഷാഹുൽ മലയിൽ, എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. റൂമിൽ ഓരോരുത്തരായി വിഷമത്തിലിരിക്കുന്നു. ഒരു ഭാഗത്ത് കുഞ്ഞിന്റെ കരച്ചിൽ. ബ്ലഡ് 2 തവണ കൊടുത്തു. ആനന്ദ് നിരാശയോടെ കുഞ്ഞിനെ തന്നെ നോക്കിയിരുന്നു. ഒന്നും വേണ്ടായിരുന്നു എന്ന തോന്നൽ മാത്രം. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല കേട്ടോ, 5 മിനിറ്റ് റൂമിലേക്ക് നമുക്ക് ഷിഫ്റ്റ് ചെയ്യാം. മണിക്കൂറുകൾക്ക് ശേഷമുള്ള നീണ്ട കാത്തിരിപ്പിനൊടുവിൽ അവർ വന്ന് പറഞ്ഞു നഷ്ടപ്പെട്ട സന്തോഷം വീണ്ടും തിരിച്ചു കിട്ടി. സ്ട്രക്ചറിൽ അവളെ കൊണ്ടുവന്നു അവൾ ആനന്ദിനെ നോക്കി. താൻ കാരണം ഒത്തിരി സഹിച്ച തൻ്റെ പ്രാണനോടുള്ള പുഞ്ചിരിയായിരുന്നു അവന് നൽകാനുള്ളത്. ഒന്ന് വാരി പുണരാൻ, അവളെ ചുംബനങ്ങൾ കൊണ്ട് മൂടാൻ അവൻ ആഗ്രഹിച്ചു. ബെഡിലിരുന്ന് അവൾ തലയും താഴ്ത്തിയിരുന്നു. മോളെ, ഇതാ കുഞ്ഞ്, എനിക്കാണ്ട. അവളുടെ തീരുമാനം കേട്ട് എല്ലാവരും ഞെട്ടി. ഞാൻ പറഞ്ഞ വാക്ക് വലിച്ചു. ഇനി നിങ്ങളായി നിങ്ങളുടെ പാടായി. ഇനി കുഞ്ഞ് ഭാര്യ എന്നൊക്കെ പറഞ്ഞ് എൻ്റെ കൺമുമ്പിൽ വന്നേക്കരുത്. അവൾ ആനന്ദിനെ നോക്കി അത്രയും പറഞ്ഞ് പതിയെ നടന്ന് മുറിയുടെ ഡോറ് തുറന്നു. അച്ചു. പലരുടെയും പിൻവിളിക്ക് അവളൊന്നും തിരിഞ്ഞുപോലും നോക്കിയില്ല. ആനന്ദ് തൻ്റെ കയ്യിലുള്ള കുഞ്ഞിനെ നോക്കി. ഈ ചോരക്കുഞ്ഞിനെ ഉപേക്ഷിച്ച് പോവാൻ മാത്രം ക്രൂരയല്ല അവള്. എന്തോ അറിഞ്ഞ പോലെ കുഞ്ഞവൻ്റെ കയ്യിൽ നിന്ന് കരച്ചിൽ തുടങ്ങി. അതവളുടെ കാതിൽ മുഴങ്ങി കേട്ടു. അവളുടെ നടത്തം പതുക്കെയായി. തൻ്റെ വയറിൽ അവൾ അറിയാതെ കൈവച്ചു. അവിടെ ശൂന്യമാണ്. മാറിടം കല്ലിച്ച് തുടങ്ങിയിരുന്നു. തൻ്റെ കുഞ്ഞിനുള്ള വിശപ്പ് മാറ്റാൻ വേറെ ഒന്നിനും കൊണ്ടാവില്ല. അവളുടെ നെഞ്ചിലൊരു തീക്കനൽ കോരിയിട്ട പ്രതീതിയായിരുന്നു. ഒന്നും നോക്കാതെ അവൾ തിരിഞ്ഞൊരോട്ടമായിരുന്നു. പിന്നാലെ ചെന്ന അമ്മ പോലും വഴിമാറി നിന്നു. അവൾ ശരീരത്തിലുള്ള വേദന പോലും മറന്നു. ഒരു വിളിയോടെ അവൾ കുഞ്ഞിനെ കയ്യിലെടുത്തു. ആനന്ദ് അത്ഭുതപൂർവ്വം അവളെ നോക്കി നിന്നു. കുഞ്ഞ് കരയുന്നു. അതെന്തോ തേടുകയാണ്. അതിൻ്റെ വിശപ്പടക്കാനുള്ളത് തൻ്റെ മാറിടത്തിലാണ്. അച്ചു ബെഡിലിരുന്ന് ആനന്ദിനെ ഒന്ന് കടുപ്പിച്ച് നോക്കിയതും അവൻ കാര്യം മനസ്സിലായ പോലെ മുറിക്ക് വെളിയിലിറങ്ങി. കുഞ്ഞിൻ്റെ വിശപ്പ് ശമിച്ചതും അച്ചു ഒന്ന് പുഞ്ചിരിച്ചു. അവളുടെ മാറിടത്തിൽ ഇപ്പോൾ വേദനയില്ല. താൻ വെറുമൊരു പെണ്ണല്ല, ഒരമ്മയാണെന്ന സത്യം അവൾ തിരിച്ചറിയുകയായിരുന്നു. എല്ലാവരും അവളെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. ഹോസ്പിറ്റൽ വാസം കഴിഞ്ഞ അച്ചു വീട്ടിലെത്തി. ആനന്ദ് അവളെയും കുഞ്ഞിനെയും നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. രണ്ടുപേരുടെയും നെറ്റിയിൽ അമർത്തി ചുംബിച്ചു. പോട്ടെടോ. അച്ചു അതിന് തലയാട്ടി. എന്തു പറയുന്ന അവൾക്ക് തന്നെ അറിയില്ലായിരുന്നു. 3-ാം മാസം ചടങ്ങ് കഴിയാൻ ആനന്ദ് ദിവസങ്ങളെണ്ണി കാത്തിരുന്നു. അറിയില്ല അവൾ തിരികെ വരുമോ എന്ന്. ദിവസങ്ങളെണ്ണി കഴിച്ചു. അങ്ങനെ എല്ലാ ചടങ്ങും ഭംഗിയായി നടന്നു. എല്ലാറ്റിനും വിജയുടെ അമ്മയും കൂടെ ഉണ്ടായിരുന്നു. വിജയാനന്ദ്. കുഞ്ഞിൻ്റെ പേര് വിളിച്ചതും അച്ചുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. നീ അവൻ്റെ കൂടെ പോകണം മോളെ. നിനക്ക് വേണ്ടിയല്ലെങ്കിലും ഇവൻ അച്ഛൻ വേണം. അമ്മയും അച്ഛനും പറഞ്ഞതും അച്ചു അങ്ങനെ ആനന്ദിൻ്റെ കൂടെ ഇറങ്ങി. ആനന്ദ് അന്നായിരുന്നു മനസ്സറിഞ്ഞ് ചിരിച്ചത്. അതെ, ഒന്ന് പുറത്തേക്ക് പോവോ? എനിക്ക് കുഞ്ഞിന് പാലൂട്ടാനുള്ള. അല്ല, നിന്റെ ഭർത്താവും കുഞ്ഞിൻ്റെ അച്ഛനും അല്ലേ ഞാൻ. ദേ, അറിയാലോ എന്നെ. ഇറങ്ങില്ല, ഞാൻ വന്ന പോലെ പോവും. ആനന്ദ് കേട്ടതും പുറത്തേക്ക് ഇറങ്ങി. കുഞ്ഞിനെയും തോളിലിട്ട് ഉറക്കുമ്പോഴാണ് ആനന്ദ് ഉറങ്ങിക്കിടക്കുന്ന അവളെ നോക്കിയത്. കൂടുതൽ സുന്ദരിയായ പോലെ. വേണ്ട മോനെ, വെറുതെ ആ പണിക്ക് നിൽക്കണ്ട. ഒരു ദർശനം പോലും തരില്ല. അവൻ പിന്നെ നോട്ടം മാറ്റി. കുഞ്ഞിനെയും കിടത്തി അവൻ സോഫയിൽ ചെന്ന് കിടന്നു. പിന്നെയും നോട്ടം അവളെ തന്നെയാണോ? എപ്പോഴാ അവൾ തന്നെയൊന്ന് മനസ്സിലാക്കുക? ആഹാ, അമ്മേൻ്റെ വാവണന്നോടാ. ഇപ്പം ഇരിക്കാവേ, അമ്മ സാരി ഒന്ന് മാറട്ടെ കേട്ടോ. അച്ചു സാരി എടുത്ത് ചുറ്റാൻ തുടങ്ങിയതും ആനന്ദ് മുറിയിലേക്ക് വന്ന് ഒരുമിച്ചായിരുന്നു. പെട്ടെന്ന് അച്ചു ഒന്ന് അനങ്ങാൻ പോലും ആവാതെ നിന്നെങ്കിലും ആനന്ദും അതേ അവസ്ഥയിലായിരുന്നു. അവളെ തന്നെ കണ്ണെടുക്കാതെ നോക്കി നിന്നു. കുഞ്ഞിൻ്റെ അനക്കം കേട്ടപ്പോഴാണ് അച്ചു ബോധത്തിലേക്ക് വന്ന് സാരി മാറിലേക്ക് ഒതുക്കി അവൾ ആനന്ദിനെ നോക്കി. അവൾ മുറി വിട്ട് ഇറങ്ങാൻ നിന്നും ആനന്ദ് അവളുടെ കയ്യിൽ പിടിച്ചു നിർത്തി. അച്ചു, എന്തിനാ എന്നോട് ഈ അവഗണന? അതിന് മാത്രം എന്ത് തെറ്റാ ഞാൻ ചെയ്തത്? എനിക്ക് തന്നെ അറിയില്ല. പക്ഷെ ആവുന്നില്ല എനിക്ക് ഭർത്താവിൻ്റെ സ്ഥാനം നൽകാൻ, എൻ്റെ വിജയുടെ സ്ഥാനത്ത് മറ്റൊരാളെ പ്രതിഷ്ഠിക്കാൻ. പക്ഷേ ഒരു മനുഷ്യജീവിയോട് കാണിക്കുന്ന പരിഗണനെങ്കിലും എനിക്ക് തന്നൂടെ? അതിനവളൊന്ന് പുഞ്ചിരിച്ചോളെ അവൻ്റെ കൈമാറ്റി മുറിവിട്ടിറങ്ങി. അവനുള്ള കോഫിയുമായി വന്നു. അച്ഛനും മോനും കളിയിലാണ്. അച്ഛൻ രണ്ടുപേരെയും നോക്കി നിന്നു. പിറ്റേന്ന് ആനന്ദ് നെറ്റിയിലൊരു മുറിവായിട്ടാണ് വന്നത്. ഇതെന്ത് പറ്റി നെറ്റിയിൽ? അച്ചു വെപ്രാളത്തോടെ അവരെ നോക്കി ചോദിച്ചു. അതൊക്കെ ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞിട്ടുണ്ട്. അച്ചു ആ പറഞ്ഞ മനസ്സിലാവാതെ ഇത്തിരി നേരം നിന്നു. ഓ എന്ന്. കുളിയും കഴിഞ്ഞ് തോർത്ത് മാത്രം ചുറ്റി വന്ന ആനന്ദിനെ കണ്ട് അച്ചു അന്തം വിട്ടു. അയ്യേ, ഇങ്ങനെന്ത് ഈ കോലത്തിൽ? അതെ, മാനിയായിട്ട് വേഷം ധരിച്ചു വന്നൂടെ? നീ നോക്കണ്ടെന്നേ. അല്ലെ തന്നെ ഇപ്പൊ നീ കാണാത്തായിട്ടൊന്നും എൻ്റെ ശരീരത്തിലില്ല. പിന്നെ ചുമ്മാതാണോ നിനക്കിതിനെ കിട്ടിയേ? എല്ലാം ഞാൻ അറിയാതെ അല്ലേ? എന്നാ പിന്നെ എല്ലാം അറിഞ്ഞുകൊണ്ടൊന്നുകൂടെ നോക്കിയാലോ? ആനന്ദ് അതേ വേഷത്തിൽ അവൾക്കരികിലേക്ക് വന്നു. അച്ചു മാറി നിന്നു. ബോഡി കണ്ടാലും മതി, ഊരിക്ക് മനുഷ്യ വല്ലതും ആണോ? വിജയുടെ അമ്മ കാണാമെന്ന് പറഞ്ഞു. നീ വേ റെഡി ആയിട്ട് വാ. അച്ചു സന്തോഷത്തോടെ റെഡിയായി വന്നു. കുഞ്ഞിനെയും പിടിച്ച് അവൾ ഇരുന്നു.
ചേച്ചി വിളിച്ചിരുന്നു. എത്രയെന്ന് വെച്ചാൽ ഇവിടെ തനിച്ചിങ്ങനെ കഴിയുന്നേ. അവൾക്കൊരു മോളായിരുന്നു. കെട്ടിച്ചു കഴിഞ്ഞപ്പോൾ അവളും തനിച്ചായി. ഇനിയുള്ള കാലം അവരോടൊപ്പം നാട്ടിൽ കഴിയാമെന്ന് വെച്ചു. അതാ മോനെ ഒന്ന് കാണണമെന്ന് പറഞ്ഞ് അവർ കുഞ്ഞിനെ വാങ്ങി ആ കുഞ്ഞു കവിളിൽ ചുംബിച്ചു. ഇതവൻ്റെയാ. വിജയുടെ കഴുത്തിൽ എന്നും തൂങ്ങിയാടിയിരുന്ന ചെയിനായിരുന്നത്. അവരത് മോൻ്റെ കഴുത്തിലിട്ട് കൊടുത്തു. അച്ചുവിൻ്റെ കണ്ണുകൾ അപ്പോഴും നിറഞ്ഞു വന്നു. ആനന്ദ് അവളെ ആ നിമിഷം തന്നെ ചേർത്ത് നിർത്തി. ഇനി എന്നാ അമ്മയെ കാണുക? എനിക്ക് മോനെ കാണാൻ തോന്നുമ്പോഴൊക്കെ ഞാൻ വരും. പിന്നെ ഈ അമ്മയെ കാണാൻ നിങ്ങൾക്കും അങ്ങ് വരാട്ടോ. അച്ചു അവരെ കെട്ടിപ്പിടിച്ച് യാത്രയാക്കി. അവനുള്ള ഇഷ്ടം കൊണ്ട് മോൾ ആനന്ദിനെ കാണാതെ പോകരുത്. കയ്യിൽ നിന്ന് വിട്ടുപോയാൽ പിന്നെ തിരിച്ചു പിടിക്കാനാവില്ല, എത്ര ആഗ്രഹിച്ചാലും. അവരും അതാണ് ആഗ്രഹിക്കുന്നത്. അച്ചു അവരെ നോക്കി പുഞ്ചിരിച്ചു. അച്ചു, നിനക്ക് തന്നെ ഇഷ്ടമാവാത്തത്? നീ എന്നിൽ കാണുന്ന മൈനസ് എന്താ? ഈ ആനന്ദിനല്ല എനിക്കിഷ്ടം, ആക്ഷൻ ഹീറോയായ ആ ജീവാനന്ദിനെയാ. അച്ചു പിന്നിൽ നിന്ന് പറഞ്ഞതും ആനന്ദ് അവളെ തിരിഞ്ഞു നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. അപ്പോഴാണ് അവൻ്റെ ശ്രദ്ധ ഒരുത്തിനും ചെന്ന് ഉടക്കിയത്. കുറച്ചുപേര് ചേർന്ന് ഓടിക്കുന്ന ഒരുത്തനെ കണ്ടതും ആനന്ദ് വണ്ടി ബ്രേക്ക് ഇട്ടു. പൊരിവെയിലത്ത് നിർത്തിപ്പോയതും അച്ചു സാരി തലപ്പുകൊണ്ട് കുഞ്ഞിനെ പൊതിഞ്ഞു പിടിച്ചു. അല്ലെങ്കിൽ ഈ പോലീസുകാർ ഒരു കാര്യത്തിൽ നമ്പാൻ പാടില്ല. കണ്ടില്ലേ നിർത്തി പോയിരിക്കുന്നത്? അച്ചു മുഖം ചുളുക്കി കുഞ്ഞിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. ആനന്ദ് ഓടിച്ചെന്ന് അവനെ പിടിച്ചു നിർത്തി. ഐ എം ACP ജീവാനന്ദ്. എന്താ പ്രശ്നം? സർ, അവൻ ബാഗും തട്ടിപ്പറിച്ച് ഓടിയതാ, അതും കത്തിയണിച്ച് ഭീഷണിപ്പെടുത്തിയിട്ട്. അപ്പോഴേക്ക് അയാൾ കുതിരി ഓടി. ആനന്ദ് അവനെ ഓടിച്ചു പിടിച്ചതും അവൻ കത്തിയെടുത്ത് അവനെ കുത്താൻ നോക്കി. ആനന്ദ് കുതിരി മാറിക്കൊണ്ട് അവനെ പിടിക്കാൻ നോക്കിയെങ്കിലും ആയില്ല. രക്ഷപ്പെടാൻ നോക്കിയതും അയാൾ കണ്ടത് അച്ചുവിനെയായിരുന്നു. നിമിഷ നേരം കൊണ്ട് അവൻ അച്ചുവിന്റെ കഴുത്തിൽ കത്തി കാണിച്ചു. ആനന്ദ് ഒന്ന് പകച്ചു. ദൈവമേ, ഈ മനുഷ്യൻ വഴിയെ പോകുന്ന വയ്യാവലിക്ക് എന്റെ കഴുത്തിലാണല്ലോ പിടിച്ചിരുന്നേ. അച്ചു കുഞ്ഞിനെ ഇറുക്കി പിടിച്ച ആനന്ദിനെ ഒന്ന് നോക്കി. അവളെയും പിടിച്ച ആ ബൈക്കിൽ തന്നെ അവൻ കയറിയിരുന്നു. ചാവി പിന്നെ അതിൽ തന്നെയാണല്ലോ. അച്ചുവിനെയും പിടിച്ചള്ളി അവൻ ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു. താഴേക്ക് വീഴുന്നതിന് മുന്നേ ആനന്ദ് അവളെ പിടിച്ചു നിർത്തി. എന്തെങ്കിലും പറയുന്നതിന് മുന്നേ അവൻ ആ ബൈക്കിനോടൊപ്പം ഓടി അവനെ ചവിട്ടി വീഴ്ത്തി. ജോഗിങ്ങിന് പോകുന്നതിന്റെ ഗുണാവും. അച്ചു അന്തം വിട്ട് നോക്കി നിന്നു. അവനിടിച്ച് പരുവാക്കി ബാഗ് തിരിച്ചു കൊടുത്ത് മറ്റവനെ സ്റ്റേഷൻ വിളിച്ച് കൊണ്ടുപോയി. അയ്യോ, ബ്ലഡ്! അച്ചു ആനന്ദിന്റെ കയ്യിലെ ബ്ലഡ് കണ്ട് വെപ്രാളത്തോടെ അവന്റെ മുഖം കയ്യിലെടുത്ത് അവിടെ തലോടിക്കൊണ്ട് പറഞ്ഞു. പോലീസുകാരല്ലേ, അതൊക്കെ സ്വാഭാവിക, നീ വന്ന് കയറ്. അവളവനെ പിടിച്ചു നിർത്തി തന്റെ സാരി തലപ്പുണ്ട് അവന്റെ നെറ്റിൽ തുടച്ചുകൊണ്ട് അവനെ തന്നെ നോക്കി. എന്തോ പ്രതീക്ഷിച്ച പോലെ അവനവളെ കണ്ണെടുക്കാതെ നോക്കി നിന്നു. ആ നെറ്റിയിൽ അന്നാദ്യമായി അവളുടെ ചുണ്ടുകൾ പതിഞ്ഞു. അതെ, ഇത് പൊതുസ്ഥനാ, ബാക്കി വീട്ടിലെത്തിയിട്ട് വന്നാൽ മതി. വീണ്ടും മാനം പോയി. അച്ഛൻ, നിനക്കിത് എന്തിന്റെ കേടായിരുന്നു? അവൾ സ്വയം തലക്കൊരു കൊട്ടുകൊടുത്ത് അവന്റെ പിന്നിൽ കയറിയിരുന്നു. അച്ചു ആനന്ദിനെ സ്നേഹിച്ചു തുടങ്ങി. കുഞ്ഞിനെയും കൊണ്ട് അവന്റെ കൂടെ വീട്ടിലേക്ക് ചെന്നു. അവരും ഹാപ്പിയായിരുന്നു. ആനന്ദ് ഒരു കയ്യിൽ തന്റെ കുഞ്ഞിനെയും മറുകൈയിൽ അച്ഛനെയും ചേർത്ത് പിടിച്ച് കടലിന്റെയും ഭൂമിയുടെയും സൗന്ദര്യം ആസ്വദിച്ചു. ഇപ്പം എൻ്റെ അച്ചൂസ് ഹാപ്പി ആയോ? ഇല്ല. ആവണെങ്കിൽ എനിക്കൊരു സിപ്പപ്പ് വാങ്ങി തരുമോ? ആനന്ദ് ചിരിയോട് അവൾക്കൊരു സിപ്പപ്പ് വാങ്ങി നീട്ടി. ഇപ്പം ഹാപ്പി, വാ ഇനി പോവാം. പിന്നീട് അങ്ങോട്ട് അവൾ അവനോട് അകൽച്ച കാണിച്ചില്ല. അത് ശരി, ഇന്ന് തറയിലാണ് കിടക്കുന്നത്? മോനുറങ്ങിയോ? അവനെപ്പോഴേ ഉറങ്ങി. അച്ചു മാറിൽ നിന്ന് മോനെ മാറ്റി ബെഡിലേക്ക് കിടത്തി. അച്ചു, അവൻ്റെ വിളിയിൽ അവൾ തിരിഞ്ഞു നോക്കി. അവൻ്റെ ചുടുനിശ്വാസം കഴുത്തിൽ പതിഞ്ഞതും അച്ചു ഒരു നിമിഷം പകച്ചു. അവൻ്റെ കൈ വയറിൽ അമർന്നു അവളൊന്ന് ഉയർന്നു പൊങ്ങി. പതിയെ അവൻ അവളെ എടുത്ത് അവനെ മടിയിലിരുത്തിക്കൊണ്ട് അവളുടെ മുഖമാകെ ചുംബനങ്ങൾ കൊണ്ട് മൂടി. അവളുടെ ഹൃദയത്തിൻ്റെ മിടിപ്പിന് വേഗത കൂടിയ പോലെ ആദ്യമായി ഒരു പുരുഷനെ അറിയുന്ന പരവേശമായിരുന്നു അവളിൽ. വിവസ്ത്രയാവാൻ അധിക സമയം വേണ്ടി വന്നില്ല. അവളുടെ അത്തരങ്ങളുമായി അവൻ്റെ ചുണ്ടുകൾ ഒരുപാട് നേരം മത്സരിച്ച് ചുംബിച്ചു. ഒരുപാട് കാലത്തെ കാത്തിരിപ്പിൻ്റെ പ്രണയമെല്ലാം അവൻ ആ രാത്രിയിൽ അവൾക്ക് പകർന്നു കൊടുത്തു. അവളെയും കൊണ്ട് തറയിലേക്ക് വീഴുമ്പോൾ അവൻ്റെ ചുണ്ടുകൾ അവളുടെ ദേഹത്തൊഴുകി നടക്കുകയായിരുന്നു. അവളുടെ വയറിലുള്ള മറുകിൽ അവൻ്റെ ചുണ്ടും പല്ലും കുസൃതി കാണിച്ചു തുടങ്ങി. സഹിക്കാനാവാതെ അവൾ അവൻ്റെ തലമുടിയിൽ കോർത്തു പിടിച്ചു. അവളിലെ നോവിനെ അവൾ പുഞ്ചിരിയോടെ സ്വീകരിച്ചു. രണ്ടുപേരും പ്രണയവേഴ്ചയിൽ സ്വയം മറന്നുപോയി. ആ രാത്രി മതിവരാത്ത പോലെ തളർന്നുകൊണ്ട് അവൻ വീണപ്പോൾ അവൾ അവൻ്റെ പുറത്ത് തലവെച്ച് കിടന്നു. കിതപ്പം നടങ്ങിയതും അച്ചു അവൻ്റെ കവിളിൽ ചുംബിച്ചു. ഇത്രയും കാലം അവഗണിച്ചതിന് എന്നോട് ദേഷ്യമുണ്ടോ? ഒരിക്കൽ പോലും എനിക്ക് നിന്നോട് ദേഷ്യം തോന്നിയിട്ടില്ല അച്ചു. നിന്നെ എനിക്കറിയാമായിരുന്നു, മറ്റാരെക്കാളും. അച്ചു വീണ്ടും അവനെ ചുറ്റിപ്പിടിച്ചു. അവൻ വീണ്ടും അവളെ പ്രാപിക്കാനുള്ള തയ്യാറെടുപ്പോടെ അവളെയും പിടിച്ച് തന്നിലേക്ക് ചേർത്തു. അവളും അത് ആഗ്രഹിച്ച പോലെ അവനെ വരിഞ്ഞു മുറുക്കി. എന്തൊരു ആക്രാന്തം ഇത്! കുറെ കാലങ്ങളടി നീണ്ട പട്ടിണി കിടാൻ തുടങ്ങിയിട്ട്. എൻ്റെ മുന്നിൽ ഒരു ചിക്കൻ ബിരിയാണി കൊണ്ടുവച്ചപ്പെടുത്ത് കഴിച്ചു എന്നേ ഉള്ളൂ. അപ്പം പിന്നെ ആക്രാന്തം കൂടില്ലേ? വെറുതെ അല്ല, 1.5 മാസം കൊണ്ടൊരു കുഞ്ഞുണ്ടായത്.
ആനന്ദ് അതിനൊന്ന് ചിരിച്ചു വീണ്ടും അവളിലേക്ക് അമർന്നു. അതെ, വൈകിട്ട് ഞാൻ നേരത്തെ വരൂ കേട്ടോ. പിറ്റേന്ന് അവർ റെഡിയായി കഴിഞ്ഞ് അവളോടായി പറഞ്ഞു. എന്തിന്? ഇന്നലത്തെ ബാക്കി വേണ്ടേ? അച്ഛൻ ചിരിച്ചു. അവൾ കുഞ്ഞിനെയും കയ്യിലെടുത്ത് ആനന്ദിനെ യാത്രയാക്കി. നിയമപരമായി ബന്ധം വേർപിരിഞ്ഞ വൈകിയെ നല്ലൊരാളെ കണ്ടുപിടിച്ച് ആനന്ദിനെ കെട്ടിച്ചു കൊടുത്തു. അടുത്ത മാസം തന്നെ ആള് പ്രഗ്നൻ്റായി. അച്ചു ആണെങ്കിൽ കൃത്യ 2-ാം മാസം വാള് വെച്ചു. ആനന്ദ് അതോടെ വീണ്ടും അച്ഛനാവാൻ പോവാനും തെളിഞ്ഞു. മോനെയും കിടത്തി അച്ചു ആനന്ദിൻ്റെ അടുത്ത് ചെന്നു. പ്രണയവേഴ്ചയ്ക്ക് ശേഷം അവളത് അവൻ്റെ കാതിൽ പറഞ്ഞു. സത്യമാണോ? പിന്നില്ലാതെ. ഇപ്പം എന്തൊരു ഡൗട്ട്? അങ്ങനെയല്ലായിരുന്നോ? ആനന്ദൊന്ന് ചിരിച്ചുകൊണ്ട് അവൾ വീണ്ടും തന്നിലേക്ക് ചേർത്തു. എവിടെയാണോ നിന്റെ അച്ഛൻ? ഇന്ന് ആരെയാണോ അവ കിട്ടി? ദൈവത്തിനറിയാം. അങ്ങനെ അടുത്ത് ചെന്ന് വിടുന്ന ആളുടെ കഷ്ടകാലം അല്ലാണ്ടെന്താ? മുറ്റത്തിരുന്ന് കളിച്ചുകൊണ്ടിരുന്ന മോനെ നോക്കി അച്ഛൻ ചോദിച്ചു. ആനന്ദിന്റെ വണ്ടി വന്നു. അച്ചു നിറവരം താങ്ങി പിടിച്ച് പുറത്തേക്ക് ഇറങ്ങി. വാങ്ങിയില്ലേ? പിന്നെ വാങ്ങാതെ ദാ. അവൾ അത് വാങ്ങി അവിടെ തന്നെ ഇരുന്ന് മസാല ദോശ എടുത്ത് കഴിച്ചു. ഇത് കഴിച്ചാ ഇവൻ ഇങ്ങനെ ആയത്? എങ്ങനെ? കണ്ടില്ലേ? ടോയ് ഗണ്ണെടുത്ത് ഉന്നം പിടിക്കുന്ന മോനെ കാണിച്ചുകൊണ്ട് ആനന്ദ് പറഞ്ഞു. അത് പിന്നെ അച്ഛനതല്ലേ പണി. നാളെ തൊട്ട് കമ്പനിക്ക് കൂട്ടിക്കോ. ആവും വലുതായി തീരുമാനിച്ചോളൂ ആരാവണമെന്ന്. ആരായാലും പോലീസുകാരനാവണമെന്ന് പറയില്ലേ ദൈവമേ. അച്ചു അതും പറഞ്ഞ് മേൽപോട്ട് നോക്കി. അവൾക്ക് അന്ന് തന്നെ പെയിൻ തുടങ്ങി. അവളെ ഹോസ്പിറ്റലിൽ എത്തിച്ച് അവൻ്റെ ഫോൺ റിങ്ങായി. ആനന്ദ്, പോലീസുകാരെ കടത്തിവിട്ടി ലോറി ചെക്ക് പോസ്റ്റ് കടന്നു പോയിട്ടുണ്ട്. അത് പറഞ്ഞ് വണ്ടിയുടെ നമ്പർ എടുത്തും ആനന്ദ് ചാടി ഇറങ്ങി. ഭാര്യ ലേബർ റൂമിലാണെന്ന് പോലും ഓർക്കാതെ. ഒരു പെൺകുഞ്ഞിന് കൂടി ജന്മം നൽകിയ സന്തോഷം പോലും പറയാൻ വിളിച്ചിട്ട് അവനെ കിട്ടിയില്ല. മുറിയിൽ വന്ന അച്ചു ആനന്ദിനെ തിരക്കെങ്കിലും അവൻ ഏതൊരുത്തൻ്റെ പിന്നാലെ പോയെന്ന് കേട്ട് അച്ചു തലയിൽ കൈവച്ച്. ഈശ്വര, ഇങ്ങോട്ട് കൂടെ എങ്ങനെ ഈ ജീവിതകാലം മുഴുവൻ ജീവിക്കുമാവും? അച്ചുവിൻ്റെയും അവളുടെ സന്തോഷത്തെയും തകർക്കാൻ മറ്റാരും ഇനി ആ ജീവിതത്തിലേക്ക് കടന്നു വരാതിരിക്കട്ടെ. അഥവാ ഇനി വന്നാലും നമ്മുടെ ഹീറോ ഇല്ലേ, ആക്ഷൻ ഹീറോ. ഈ കഥ ഇവിടെ അവസാനിക്കുന്നു. മറ്റന്നാൾ മുതൽ ഐശ്വര്യ പ്രകാശ് എഴുതുന്ന റൗഡി സെക്കൻഡ് കുറുമ്പിപ്പെണ്ണ് എന്ന പുതിയ കഥ ആരംഭിക്കുന്നതാണ്.